ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് ഡൽഹി യൂണിവേഴ്സിറ്റി. PG PhD കോഴ്സുകൾക്ക് എൻട്രൻസ് എക്സാം ആണ്. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നതിന്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ സിലബസ് ഒരു സ്റ്റാൻഡർഡൈസ്ഡ് സിലബസ് ആയിരിക്കും. 900 ഏക്കറോളം വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ക്യാമ്പസ് ആണ് പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടേത്. കേരളത്തിൽ ഏറ്റവും അടുത്തുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ഒന്നുകൂടെയാണ് പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി. എൻ്റെ പേര് നാഫി എന്നാണ്. ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഡൽഹി യൂണിവേഴ്സിറ്റിയെ കുറിച്ചും അതേപോലെ പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയെ കുറിച്ചുമാണ്. ഞാൻ ഡിഗ്രിയും PG ആയിരുന്നു ഡൽഹി യൂണിവേഴ്സിറ്റി ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡിഗ്രി BA ഹോണേഴ്സ് ജോഗ്രഫി ആയിരുന്നു ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ KMC എന്ന് പറഞ്ഞ കോളേജിൽ നിന്നും. അതേപോലെ ഡൽഹി സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക് എന്നറിയപ്പെടുന്ന ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് MSW ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഇപ്പം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ PhD ചെയ്തുകൊണ്ടിരിക്കുന്നു. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണ് എൻ്റെ സ്പെഷ്യലൈസേഷൻ. സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് ഡൽഹി യൂണിവേഴ്സിറ്റി. 1.5 ലക്ഷം കുട്ടികൾ പഠിക്കുന്ന വലിയൊരു യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ആണ്. ഇതിൽ 2 ക്യാമ്പസ് ഉണ്ട്. ഒന്ന് നോർത്ത് ക്യാമ്പസ് ആണ്, ഒന്ന് സൗത്ത് ക്യാമ്പസ് ആണ്. 2 ക്യാമ്പസിലും കൂടെ കൂടിയിട്ട് 86ഓളം ഡിപ്പാർട്ട്മെന്റുകളും അതേപോലെ 77ഓളം കോളേജുകൾ, അഫിലിയേറ്റഡ് കോളേജുകളും ഉണ്ട്. അപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാവുന്ന ഏറ്റവും ബെസ്റ്റ് കോളേജുകൾ എന്ന് പറഞ്ഞാൽ നോർത്ത് ക്യാമ്പസിലെ 9ഓളം വരുന്ന കോളേജുകളാണ്. അതിൽ ഏറ്റവും ആദ്യം വരുന്നത് ഹിന്ദു കോളേജ്, സെന്റ് സ്റ്റീഫൻ കോളേജ്, ഹൻസ്രാജ് കോളേജ്, രാംജാസ് കോളേജ്, KMC എന്നറിയപ്പെടുന്ന കിരോരിമൽ കോളേജ്, പിന്നെ ഗേൾസ് കോളേജസ് ആയിട്ടുള്ള മിറാൻഡ ഹൗസ്, അതേപോലെ ദൗലത് റാം കോളേജ്, കൊമേഴ്സിന് മാത്രമായിട്ടുള്ള ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സ്, ഖൽസ കോളേജ്. പിന്നെ നോർത്ത് ക്യാമ്പസിന് പുറത്തുള്ള ചില നല്ല കോളേജുകളും ഉണ്ട്. ജാക്കിർ ഹുസൈൻ കോളേജ്, ഗാർഗി കോളേജ്, അംബേദ്കർ കോളേജ്, ഭഗത് സിംഗ് കോളേജ്, അതേപോലെ നമ്മളുടെ ഇന്ദ്രപ്രസ്ഥ കോളേജ്, ജീസസ് ആൻഡ് മാരി കോളേജ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നല്ല കോളേജുകളും ഉണ്ട്. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ +2 നമുക്ക് എത്രയാണോ മാർക്ക് കിട്ടിയിട്ടുള്ളത്, ഏറ്റവും ബെസ്റ്റ് 4 സബ്ജക്ട്സുകളുടെ അഗ്രിഗേറ്റ് മാർക്ക് എത്രയാണെന്ന് നോക്കിയിട്ട് ആ കട്ട് ഓഫിൽ വരുന്ന കോളേജുകളാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഈ കട്ട് ഓഫ് ലിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഒരു കോളേജുകളിൽ ഇത്ര മാർക്ക് ഉണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് ഇന്ന സബ്ജക്റ്റിന് അഡ്മിഷൻ എടുക്കാം എന്ന് പറയുന്ന ഒരു ലിസ്റ്റാണ് കട്ട് ഓഫ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഈ ലിസ്റ്റുകൾ ഗൂഗിളിൽ അവൈലബിൾ ആയിരിക്കും, പ്രീവിയസ് ഇയർ കട്ട് ഓഫ്സ്. അപ്പോൾ നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് ജസ്റ്റ് ആർട്സ് സബ്ജക്ട്സിൻ്റെയും സയൻസ് സബ്ജക്ട്സിൻ്റെയും ഒക്കെ കട്ട് ഓഫ് ലിസ്റ്റുകൾ പരിശോധിച്ചിട്ട് നിങ്ങളുടെ മാർക്കുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. പിന്നെ PG PhD കോഴ്സുകൾക്ക് എൻട്രൻസ് എക്സാം ആണ്. എൻട്രൻസ് എക്സാം ത്രൂ ആണ് ഈ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ നടക്കുന്നത്. നോർത്ത് ക്യാമ്പസിൻ്റെ മെയിൻ കോളേജസ് കൂടാതെ തന്നെ ഡൽഹിയുടെ പല ഭാഗത്തുമായിട്ടുള്ള വേറെ കോളേജസും ഉണ്ട്. ഉദാഹരണത്തിന് ജാക്കിർ ഹുസൈൻ കോളേജ്, ജീസസ് ആൻഡ് മാരി കോളേജ്, അതേപോലെ ഇന്ദ്രപ്രസ്ഥ കോളേജ്, ഗാർഗി കോളേജ്, ലേഡി ശ്രീറാം കോളേജ് എന്നൊക്കെ പറയുന്ന ഒരുപാട് കോളേജസും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല കോളേജസും നമുക്ക് പ്രിഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റി പഠിക്കുന്നതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ സിലബസ് ഒരു സ്റ്റാൻഡർഡൈസ്ഡ് സിലബസ് ആയിരിക്കും. നമ്മൾ നാട്ടിൽ പഠിക്കുന്നതിനേക്കാളും ഒരുപാട് ഓപ്ഷൻ സബ്ജക്റ്റുകൾ അതിൽ പഠിക്കും. ഇപ്പോൾ ഞാൻ ഡിഗ്രിക്ക് പഠിച്ചിരുന്നത് ജോഗ്രഫി ആയിരുന്നു. ജോഗ്രഫിയിൽ ഒരു 36 പേപ്പർ 6 സെമസ്റ്ററിലായിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ അത് ഏകദേശം 30ഓളം പേപ്പറും ജോഗ്രഫിയുടെ പേപ്പേഴ്സാണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഹോണേഴ്സ് ഡിഗ്രിയാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഏറ്റവും കൂടുതൽ സബ്ജക്ട് നോളജ് ഉണ്ടാക്കാൻ പറ്റിയ കോഴ്സുകളാണ് ഹോണേഴ്സ് കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഹോണേഴ്സ് കോഴ്സുകൾ പ്രിഫർ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. പറയാനുള്ളത് ഡൽഹി യൂണിവേഴ്സിറ്റി പോലെയുള്ള ഒരു ക്യാമ്പസിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്ന് വരുന്ന ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും അതേപോലെ പല ലാംഗ്വേജസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. പിന്നെ ഹോസ്റ്റൽ സൗകര്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹോസ്റ്റൽ സൗകര്യങ്ങൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ കുറവാണ്. അപ്പം അധികവും അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾ പുറമേയുള്ള ഫ്ലാറ്റുകളൊക്കെ റെന്റ് ചെയ്തിട്ട് അവിടെ താമസിക്കുന്ന ഒരു സിസ്റ്റമാണ് ഫോളോ ചെയ്ത് വരുന്നത്. ഈ ഒരു 5-6 വർഷമായിട്ട് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ വളരെയധികം മലയാളി സാന്നിധ്യമുണ്ട്. അപ്പം ഓൾറെഡി അവിടെ ഒരു സപ്പോർട്ട് സിസ്റ്റം നിങ്ങളെ എൻകറേജ് ചെയ്യാനും അതേപോലെ നിങ്ങളെ ബൂസ്റ്റ് ചെയ്യാനും ഓൾറെഡി ഉണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇൻവോൾവ് ആയാൽ മാത്രം മതി. അപ്ലൈ ചെയ്തതിന് ശേഷം അഡ്മിഷൻ എടുത്തതിന് ശേഷം നിങ്ങളെ എല്ലാ വിധത്തിലും സപ്പോർട്ട് ചെയ്യാനുള്ള സിസ്റ്റം അവിടെ ഉണ്ട്. പല സംഘടനകളും അവിടെ അഡ്മിഷൻ ഹെൽപ്പ് ഡെസ്കുകളൊക്കെ നടത്തുന്നുണ്ട്. പല മത സംഘടനകളും സാംസ്കാരിക സംഘടനകളും രാഷ്ട്രീയ സംഘടനകളും പ്രവർത്തിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഒരു ഹെൽപ്പായിട്ട് മാറും. പിന്നെ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ഹോണേഴ്സ് കോഴ്സുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നാട്ടിലെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരു 6 സെമസ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റുകളിൽ പേപ്പറുകളിൽ നമ്മുടെ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള പേപ്പേഴ്സ് വളരെ കുറവായിരിക്കും. നമുക്ക് എക്കണോമിക്സ് പഠിക്കുന്ന ഒരാൾ ഹിസ്റ്ററിയും ഇംഗ്ലീഷും പിന്നെ ലാംഗ്വേജും വരെ പഠിക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടാവാറുണ്ട്. പക്ഷേ ഹോണേഴ്സ് കോഴ്സുകളിൽ ഒരു 36 പേപ്പർ 6 സെമസ്റ്ററിൽ ഉണ്ടെങ്കിൽ ഏകദേശം ഒരു 30 പേപ്പറോളം നമ്മുടെ സബ്ജക്ട് പേപ്പർ തന്നെ ആയിരിക്കും നമ്മൾ പഠിക്കുക. അപ്പോൾ അതൊരു ഗുണമാണ്. പിന്നെ രണ്ടാമത്തേത് സിവിൽ സർവീസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക്
അവരുടെ ഓപ്ഷണൽ സബ്ജക്റ്റുമായിട്ട് പാരലൽ ആയിട്ടുള്ള ഒരു കോഴ്സ് സ്ട്രക്ചർ ആയിരിക്കും ഹോണേഴ്സ് ഡിഗ്രികൾക്ക് ഉണ്ടാവുക, ഹോണേഴ്സ് കോഴ്സുകൾക്ക് ഉണ്ടാവുക. അതേപോലെ നെറ്റ് എക്സാമിനൊക്കെ നമ്മൾ PG കഴിഞ്ഞതിന് ശേഷം നെറ്റ് എക്സാം ഒക്കെ എഴുതുകയാണെങ്കിൽ അതിൻ്റെ ഒരു പാരലൽ ആയിട്ടുള്ള ഒരു സിലബസ് ആയിരിക്കും ഡൽഹി യൂണിവേഴ്സിറ്റി ഫോളോ ചെയ്യുന്നത്, ഡിഗ്രിക്കായാലും PGക്കായാലും. അപ്പോൾ ഡിഗ്രിയും PG ഒക്കെ ഡൽഹി യൂണിവേഴ്സിറ്റി ചെയ്ത ആൾക്ക് നെറ്റ് JRF ഒക്കെ പെട്ടെന്ന് ക്വാളിഫൈ ചെയ്യാൻ പറ്റാറുണ്ട്. അപ്പോൾ ഇതും ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിൽ നിന്നുകൊണ്ടാണ്. 900 ഏക്കറോളം വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ക്യാമ്പസ് ആണ് പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടേത്. കേരളത്തിൽ ഏറ്റവും അടുത്തുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ഒന്നുകൂടെയാണ് പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി. ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന മെയിൻ കോഴ്സുകൾ MA ഇൻ്റഗ്രേറ്റഡ്, MSc ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകൾ, അതേപോലെ PG കോഴ്സുകൾ, PhD കോഴ്സുകളാണ്. MSc ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകൾ വരുന്നത് കെമിസ്ട്രി, അതേപോലെ ഫിസിക്സ്, മാത്സ്, സ്റ്റാറ്റ്സ്, എർത്ത് സയൻസ്, ഈ സബ്ജക്റ്റുകളിലുള്ള 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് ഡിഗ്രി പ്ലസ് PG കോഴ്സുകളാണ്. പിന്നെ ആർട്സ് സബ്ജക്റ്റുകളിൽ MA ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് വരുന്നത് ഒന്ന് സോഷ്യോളജിയാണ്, പിന്നെ പൊളിറ്റിക്കൽ സയൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതേപോലെ ഹിസ്റ്ററിയാണ്. പിന്നെ PG ഓൾമോസ്റ്റ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും PG കോഴ്സുകളുണ്ട്. അതേപോലെ അതേ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ PhD കോഴ്സസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏകദേശം എല്ലാ കുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റി കൂടെയാണ് പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി. അതുപോലെ തന്നെ ചിലവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ ചിലവിൽ ബെസ്റ്റ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റി കൂടെയാണ് പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി. അപ്പോൾ നമുക്കറിയാം ഇനിയുള്ള കാലം എന്ന് പറഞ്ഞാൽ ഒരു ഡിഗ്രിയോ PGയോ ഉള്ളതുകൊണ്ട് മാത്രം നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലമല്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും ക്വാളിറ്റി ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കിട്ടിയത് ആർക്കാണോ അവരായിരിക്കും ഏറ്റവും കൂടുതൽ എല്ലാ ഫീൽഡുകളും പിടിച്ചു നിൽക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ ബേസ് ചെയ്തിട്ട് വേണം നമ്മളുടെ കോളേജസും അതേപോലെ കോഴ്സുകളും ഒക്കെ തിരഞ്ഞെടുക്കാൻ. നമ്മൾ എന്ത് കോഴ്സ് പഠിക്കുന്നു എന്നുള്ളതിൽ മാത്രമല്ല, എവിടെ പഠിക്കുന്നു എന്നുള്ളതിലും ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ് തിരഞ്ഞുകൊണ്ട് മലയാളീസ് രാജ്യത്തിൻ്റെ പല ഭാഗത്തേക്കും അതേപോലെ രാജ്യത്തിന് പുറത്തേക്കും പോകുന്ന ഒരു കാലമാണ്. അപ്പം ഒരിക്കലും നമ്മളുടെ ഒരു പ്രദേശത്തുള്ള ആളുകൾ ഈ ഒരു കാര്യത്തിൽ പിറകിലാവാൻ പാടില്ല. നമ്മളും വലിയ വലിയ സ്വപ്നങ്ങൾ തന്നെ മുന്നിൽ കാണുക. നമുക്ക് അതിനുള്ള കഴിവും പൊട്ടൻഷ്യലും ഒക്കെ എങ്ങനെയായാലും ഉണ്ട്. അപ്പോൾ അത് പുറത്തെടുക്കുക, അതേപോലെ അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നമ്മൾ നടത്തുക.